വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് വിളിക്കുമ്പോൾ ഉന്നത നിലവാരമുള്ള ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് വിളിക്കുവാനിടയായത്. അതായത് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം വസിക്കുന്ന ഒരു വ്യക്തി സകലതും ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ള വ്യക്തിയാണ്. ആ ജ്ഞാനത്തിന് ചിലതിനെ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. ആ ജ്ഞാനം നിങ്ങളിൽ വസിക്കുമ്പോൾ നീ ലോകത്തിലുള്ള ഒരു വ്യക്തിയേക്കാൾ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ ചിലത് ചെയ്യുന്നവരാകും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ജ്ഞാനിയായിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിൽ വസിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ സാധാരണ നിലവാരമുള്ള ഒരു ജീവിതത്തിലല്ല, ഉന്നത നിലവാരമുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കേണ്ടതിന് ആക്കി വെച്ചിരിക്കുന്നുവെന്നും മനസ്സിലാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Today I am so excited because I know something supernaturally going to take place today. ഇന്ന് ചില അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. Today in between the meeting you are going to receive a new impartation. ഇന്നത്തെ മീറ്റിംഗിന്റെ ഇടയിൽ നിങ്ങൾക്ക് അസാധാരണമായ ഒരു പകർച്ച സംഭവിക്കാനായി പോകുന്നു. So expect an impartation today. ഇന്നൊരു പകർച്ചയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടായിരുന്നു. Supernatural things are going to take place in your family and your house. അസാധാരണമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാനായി You will be പോകുന്നു. no more the same. You are going to be a different person from today. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഇന്നു മുതൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു വ്യക്തികളായിരിക്കും. Hallelujah. Hallelujah. Expect something supernatural. ചിലത് വളരെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. അസാധാരണമായത്, Supernatural. അസാധാരണമായത്. Today what I am going to share about, it is all about higher realm of existence. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഉന്നത നിലവാരത്തിലുള്ള എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്, ജീവിത രീതികളെ കുറിച്ച്. How many of you like to live in a higher realm? നിങ്ങൾക്ക് എത്ര പേർക്ക് ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്? Hallelujah. ഉയർന്ന പ്രതലത്തിൽ. How many of you like to live in a higher realm? ഉയർന്ന മണ്ഡലത്തിൽ ജീവിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Hallelujah. I challenge you after this message. I am sure you are getting to the realm of existence. ഉയർന്ന ജീവിത രീതിയിലേക്ക് ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾ വരുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Say to your neighbor, higher realm of existence. ഉന്നത മണ്ഡലത്തിലുള്ള ജീവിത രീതി. But maybe when I am saying the existence, it's a new word for you. ഉന്നത നിലവാരത്തിലുള്ള ജീവിത രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയ വാക്കായിരിക്കാം. It's not a dream for a Christian. അതൊരു ക്രിസ്ത്യാനിക്കുള്ള സ്വപ്നമല്ല. We think always ordinary. നമ്മൾ എപ്പോഴും ഒരു സാധാരണ രീതിയിലാണ് ചിന്തിക്കുന്നത്. But I challenge you, if in your Christian life this is the day you will not forget, because it is a supernatural day for you. Amen. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾക്ക് ഇന്ന് അസാധാരണമായ ഒരു ദിവസമാക്കാൻ പോകുകയാണ്. Continuing the message what God given in this year. ഈ വർഷം എനിക്ക് തന്ന ദൈവാലോചന ഞാൻ കണ്ടിന്യൂ ആയി പഠിപ്പിക്കാൻ പോകുന്നു. Manifesting restorations. പുനഃസ്ഥാപനം വെളിപ്പെടുന്ന വർഷം. How many of you believe restorations are going to manifest? പുനഃസ്ഥാപനം വെളിപ്പെടാൻ പോകുന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Hallelujah. But what's our problem? We are not expecting anything and every day. നമുക്ക് എന്താ പ്രശ്നം എന്നറിയാം. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ വലിയ പ്രതീക്ഷയുള്ളവരല്ല. One day while I was listening to Pastor Chris, ഒരു ദിവസം ഞാൻ ക്രിസ്റ്റിന്റെ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് he asked a question to his ministers. അയാളുടെ ശുശ്രൂഷകരോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. When you prepare for a prayer, what you will do? നിങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? Nobody gave an answer to him. ആരും അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തില്ല. While he is sharing the word, he said, when you prepare
prepare a message, prepare a prayer, you have to close your door and sit with God first. അദ്ദേഹം ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വാതിൽ അടച്ച് നിങ്ങൾ ഇരിക്കുവാൻ ഇടയാകണം. Before you're closing your eyes, you have to prepare a notebook and a pen with you. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തു വെക്കണം. Because if you are expecting something God is going to share to you, you have to prepare a pen and paper with you. കാരണം Amen. എന്താണെന്ന് അറിയാമോ, ദൈവം എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് അത് ചെയ്യണം. When I was hearing that, I was shocked because it is message for me, and always I think it's true. Nobody prepare like that way. എനിക്കത് കേട്ടപ്പോൾ ആശ്ചര്യമായിരുന്നു. കാരണം അത് എനിക്കൊരു പുതിയ അനുഭവം, ഒരു പുതിയ മെസ്സേജ് ആയിരുന്നു. ആരും അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കാണാനിടയായിട്ടില്ല. Normally when we are praying, we never prepared and we are waiting. We never expect something God is going to speak to us. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ആയി ഇരിക്കാറില്ല. ദൈവം എങ്ങനെ സംസാരിക്കുന്നില്ല, പ്രതീക്ഷയോടെ അല്ല. If you are not prepared, God will not answer to you. നിങ്ങൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് മറുപടി പറയാനായി Because സംസാരിക്കാൻ every പറ്റില്ല. word from his mouth, he take it very seriously. കാരണം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അത് വിലയുള്ളതാണ്. If you take it seriously, then only he will speak to you. അത് സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ അവൻ നിങ്ങളോട് സംസാരിക്കാൻ ഇടയാകത്തുള്ളൂ. That means prayer is a religious way for us now. നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് മതപരമായ കാര്യം മാത്രമാണ്. It is not a religious way. It is a way of talking to God. അത് ഒരു മതപരമായ കാര്യം അല്ല, അത് ശരിക്കും ദൈവത്തോട് സംസാരിക്കുന്ന കാര്യമാണ്. How many of you listening to me? എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? I challenge you, after this, in between the message, you will receive a supernatural impartation. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, ഈ മെസ്സേജിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു വലിയ പകർച്ച വരാനായി പോകുന്നു. Christians lose their expectations. ക്രിസ്ത്യാനികൾ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. Hallelujah. They pray but they don't have an expectation. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രതീക്ഷയില്ല. So do you know one thing? Every day his manifestation is different. എല്ലാ ദിവസവും അവന്റെ വെളിപ്പെടുത്തലുകൾ വ്യത്യാസമാണ്. Are you expect every day new manifestation from him? നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയോടെ പുതിയ വെളിപ്പെടുത്തൽ ആഗ്രഹിച്ചാണോ ഇരിക്കുന്നത്? It is written in Lamentation chapter 3 verse 22 and 23. വിലാപങ്ങൾ 3:22-23 ഇങ്ങനെ പറയുന്നു. It is written, every morning his grace is new. ഓരോ പ്രഭാതത്തിലും അവന്റെ കൃപ പുതിയതത്രേ. But we are not expecting in the morning Lord is going to reveal a new grace and favor to us. പക്ഷേ ഓരോ പ്രഭാതത്തിലും പുതിയ കൃപ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ആയിരിക്കുന്നത്. When we are wake up, we are praying but we are not expecting. നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ അല്ല നമ്മൾ ആയിരിക്കുന്നത്. Is it true or not? അത് ശരിയാണോ തെറ്റാണോ? Tell me. It according to his word, he never changed his word. It is a written document for us. വിലാപങ്ങളുടെ പുസ്തകപ്രകാരം അത് നമുക്ക് എഴുതപ്പെട്ട വാക്യം മാത്രമാണ്. It is a written document for us. അത് എഴുതപ്പെട്ട വാക്യങ്ങൾ മാത്രമാണ്. It is already written to us. അത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. You can believe it. നിങ്ങൾക്കത് വിശ്വസിക്കാം. It is a written document from God. അത് ദൈവത്തിൽ നിന്നുള്ള എഴുതപ്പെട്ട വാക്യമാണ്. That means he returned to you, I will promise, not promise, I will appear to you in every morning with a new and fresh anointing, fresh grace, fresh favor. ദൈവം നമ്മളോട് തന്നെ വാഗ്ദത്തമാണ്, ഓരോ പ്രഭാതത്തിലും അവന്റെ പുതിയ കൃപയായിട്ട് പുതിയ ഫേവറായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളത്. But we are not expecting. പക്ഷേ നമ്മൾ അത് പ്രതീക്ഷയോടെ അല്ല ആയിരിക്കുന്നത്. Confess with me, every morning his manifestation is different. എന്നോട് ഏറ്റു പറഞ്ഞാട്ടെ, ഓരോ പ്രഭാതത്തിലും അവന്റെ വെളിപ്പെടുത്തൽ പുതിയതാണ്. From today onwards I will expect something every morning. ഞാൻ ഇന്ന് പകൽക്കാലം മുതൽ ഞാൻ ചിലത് പ്രതീക്ഷയോടെയാണ് ഞാൻ Say to your neighbor, wake up with expectation. ഇന്ന് എഴുന്നേൽക്കുന്ന പ്രതീക്ഷയോടെ എഴുന്നേറ്റാട്ടെ. അടുത്തൊരു വ്യക്തിയോട് പറഞ്ഞാട്ടെ, അയ്യോ നിങ്ങളുടെ കയ്യടി കേട്ട. Is it true or not? അത് ശരിയോ തെറ്റോ? Did you have an expectation every morning? നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ പ്രതീക്ഷയുണ്ടോ? We cry out every morning about our feelings and situations. നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മുടെ വേദനകളെ കുറിച്ചും ഓർത്ത് നമ്മൾ ഇന്നും കരയുവാനിടയാകും എല്ലാ പ്രഭാതത്തിലും. Yesterday night I have a long conversation with my friend. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇന്നലെ രാത്രിയിൽ എനിക്കൊരു നീണ്ട സംസാരമുണ്ടായി. So while we are talking, I felt the worldly people are wiser than the godly people. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം
കാര്യം മനസ്സിലായി, ലോകത്തിലുള്ള ആൾക്കാർ എന്നെക്കാട്ടി ബുദ്ധിയുള്ള ദൈവമക്കളെ കാട്ടി ബുദ്ധിയുള്ളവരാണെന്ന്. Not me. I'm not talking about me. I just no think worldly people are wiser than us. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം ലോകത്തിലുള്ള മനുഷ്യർ ദൈവമക്കളെ കാട്ടിൽ ബുദ്ധിയുള്ളവരാണെന്ന്. But do you know one thing? God's word is able to make you wise. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവവചനം നിങ്ങളെ ബുദ്ധിയുള്ളവരാക്കുവാൻ ഇടയാകും. While I was preparing this message, ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് God gave me more than 200 equations and statements for this message. 200ഓളം സ്റ്റേറ്റ്മെന്റുകൾ ദൈവം എന്നോട് സംസാരിക്കുവാൻ So ഇടയായി. those who are listening in YouTube and Facebook and those who are here, write down the statements. It will change your whole future life. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇവിടെ ആയിരിക്കുന്നവർ എന്നെ ശ്രദ്ധയോടെ കേട്ടിട്ട് ആ സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയെടുത്ത് പഠിക്കാൻ ഇടയായാൽ നിങ്ങളുടെ ജീവിതം മാറ്റാനായി Say to your പോകുന്നു. neighbor, God's word is able to make you wise. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാക്കാനായി പോകുന്നു. Hallelujah. The word of God make you wise. ദൈവത്തിന്റെ വാക്യങ്ങൾ നിങ്ങളെ ബുദ്ധിയുള്ളവരാക്കാനായി പോകുന്നു. How it make you wise? എങ്ങനെയാണ് അത് ബുദ്ധിയുള്ളതാക്കുന്നത്? Because the word of God is full of wisdom that produce life into your life. ദൈവത്തിന്റെ വചനം അത് ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവനെ കൊണ്ടുവരും. So that's why Psalms 119 verse 98 it's written, your commandments make me wiser than my enemies. സങ്കീർത്തനം 119:98 പറയുന്നു, നിന്റെ കൽപ്പനകൾ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. Hallelujah. That means when you are following his word and scriptures, if you are meditating the scriptures, you are wiser than your enemies. എന്ന് വെച്ചാൽ അത് പറയുന്നത് നീ വചനം ധ്യാനിക്കുന്ന സമയത്ത് നിന്റെ ശത്രുവിനേക്കാൾ നീ ബുദ്ധിയുള്ളവനായി മാറുന്നു. You are worried about your situations. നീ നിന്റെ സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചാണ് ഇരിക്കുന്നത്. You are worried about your enemy. നിന്റെ ശത്രുവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിച്ചാണ് അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടാണ് ഇരിക്കുന്നത്. But I challenge you one thing. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. If you are meditating the word, നീ വചനം ധ്യാനിക്കുമെങ്കിൽ it makes you wise. അത് നിന്നെ ബുദ്ധിയുള്ളവനാക്കും. Not only that, അത് മാത്രമല്ല, it give you wisdom more than your enemies. നിന്റെ ശത്രുവിനെ കാട്ടി നിനക്ക് ജ്ഞാനം തന്ന് നിന്നെ പ്രാപ്തനാക്കാൻ That ഇടയാക്കും. means the enemy can't overtake you and overcome you. എന്ന് വെച്ചാൽ Amen. നിന്റെ ശത്രുവിന് ഒരിക്കലും നിന്റെ മുകളിൽ കയറുവാനോ നിന്റെ മുമ്പേ പോകുവാനോ സാധിക്കത്തില്ല. Hallelujah. Hallelujah. Say hallelujah. 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 So that means we are worrying about our enemies, but God make us a way to overcome our enemies. നമ്മൾ നമ്മുടെ ശത്രുക്കളെ ഓർത്ത് വ്യാകുലപ്പെട്ടാ ഇരിക്കുന്ന, പക്ഷെ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ശത്രുവിനെ മേൽ നീ ജയിക്കത്തക്ക രീതിയിലാവുക. Hallelujah. We are looking at our enemies, say, oh, he is doing like that, he is doing like that. What to do? That's what we are thinking. നമ്മൾ നമ്മുടെ ശത്രുവിനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നു, അവൻ ഇതേപോലെ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്. But his word make us wiser than the enemies. Amen. ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനം നിന്നെ അവനേക്കാൾ ബുദ്ധിയുള്ളവനായി മാറ്റുമെന്ന്. That means when you meditate the word, you meditating his wisdom. എന്ന് വെച്ചാൽ നീ വചനം ധ്യാനിക്കുമ്പോൾ അവന്റെ ജ്ഞാനത്തെയാണ് നീ ധ്യാനിക്കാൻ ഇടയാകുന്നത്. Hallelujah. But when we are reading the word, we just read, we don't think, we are not meditating his wisdom. നമ്മൾ വചനം ധ്യാനിക്കുന്ന സമയത്ത് അവന്റെ ജ്ഞാനത്തെയാണ് ഞാൻ ധ്യാനിക്കുന്നത് നമ്മൾ ചിന്തിക്കാറില്ല. Instead of that, we are crying for wisdom. അതിനു പകരം നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി കരയുകയാണ് ചെയ്യുന്നത്. Because we know on scripture from James chapter 1 verse 5. ജെയിംസിന്റെ 1:5 ഇങ്ങനെ പറയുന്നു, it is written, those who are lacking wisdom cry out for wisdom. എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് കുറവുള്ളവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. ദാരിദ്ര്യമുള്ളവൻ യാചിക്കുന്നു, ദൈവത്തോട് യാചിക്കുന്നു. Are you listening? We know how to cry out for wisdom. നമുക്കറിയാം എങ്ങനെ വേണം ജ്ഞാനത്തിന് വേണ്ടി കരയണമെന്ന് നമുക്കറിയാം. But we don't know. 1 Corinthians chapter 1 verse 30 says. എന്നാൽ 1 Corinthians 1:30 എന്താ പറയുന്നത് നമുക്കറിയില്ല. But it is from him that you are in Christ Jesus, who become us wisdom from God. നിങ്ങളോ അവനിൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണമാകുന്നു. So that means you are in Christ now. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിലാണ്. Your wisdom is not yours, your wisdom is Christ's wisdom. നിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് നിന്റെ ജ്ഞാനമല്ല, അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. But you are crying out wisdom because you don't know where is your wisdom abides. പക്ഷേ നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ജ്ഞാനത്തിന് വേണ്ടി ഇരിക്കുന്നത്. ആ ജ്ഞാനം
എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിനക്ക് ഇപ്പോഴും അറിയത്തില്ല. The wisdom is in you. ആ ജ്ഞാനം നിന്നിലാണ് ഇരിക്കുന്നത്. Because Christ is in you. കാരണം ക്രിസ്തു നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. When you are meditating the word, the wisdom is in you. നീ വചനം ധ്യാനിക്കുന്ന സമയത്ത് ആ ധ്യാനിക്കുന്ന വചനം നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. Say, can you confess with me? I am wiser than my enemies because I meditate the word of God. ഞാൻ എൻ്റെ ശത്രുവിനേക്കാൾ ജ്ഞാനമുള്ളവനാണ്, കാരണം ഞാൻ ദൈവവചനം ധ്യാനിക്കുന്നവനാണ്. Hallelujah. കൈയടിക്കണ്ട, ഞാൻ പറയുന്നത് പറ. കൈയടിക്കുന്ന സന്തോഷമുള്ള കാര്യമോ? But you have to confess now. നിങ്ങൾ അത് ഏറ്റുപറയേണ്ട ആവശ്യമാണ്. I am wiser than my enemies because I meditate the word of God. Amen. ഞാൻ ദൈവവചനം ധ്യാനിക്കുന്നത് കൊണ്ട് ഞാൻ ശത്രുവിനേക്കാൾ ജ്ഞാനമുള്ളവനാണ്. The Christ lives in me, that's why I am better than my enemies. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ശത്രുവിനേക്കാൾ ജ്ഞാനമുള്ളവനാണ്. Come on church, say with me, I am wiser than my enemies because the Christ lives in me. ഞാൻ എൻ്റെ ശത്രുവിനേക്കാൾ ബുദ്ധിയുള്ളവനാണ്, കാരണം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. And I believe Christ in me, that's why that is why I have more wisdom than my enemies. ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ശത്രുവിനേക്കാൾ ബുദ്ധിയുള്ളവനാണ്. Say to your neighbor, the word of God make you wise. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ട് ദൈവവചനം നിന്നെ ബുദ്ധിയുള്ളവനാക്കും. Confess with me. എന്നെ കൂടെ ഏറ്റു പറഞ്ഞാട്ടെ ദൈവവചനം. Every morning or evening you cry out for your enemies. That person is using like that. That person is overtaking me. That person is doing such thing. Witchcraft. Hey brother, listen to me. Listen to me. When you know the word make you wiser than your enemy, you will never cry for your situations. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നീ എൻ്റെ ശത്രു ഇന്ന കാര്യം ചെയ്തു, ഇന്ന രീതി കാര്യം ചെയ്തു എന്ന് കരയാനിടയായിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം നിന്റെ ഉള്ളിലുണ്ടെന്നോ അതിന്റെ ജ്ഞാനമാണ് നിന്നിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടവരത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നീ ശത്രു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയാതെ ദൈവവചനം എന്നിലുള്ളത് കൊണ്ട് ശത്രു എത്ര പ്രബലനായാലും ഞാൻ അതിനും മേളിലാണ് എന്ന് പറയണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും. അവനെന്നോട് ചിലത് പറയുവാനുണ്ട്, അവൻ്റെ ഇഷ്ടങ്ങളെ അറിയിക്കുവാനുണ്ട്, ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് സംസാരിക്കുന്ന ശബ്ദത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് എഴുതുവാനായി പ്രതീക്ഷയോടെ മുറികളിലായിരുന്നാട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനിടയാകും. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ സിസ്റ്റർ പേര് ഷീബ എന്നാണ്, വയനാട് ചർച്ചിലെ ലീഡറാണ്. 3 മാസത്തോളായി ബാങ്ക് ലോണിനെ തുടർന്ന് അത് അടക്കാൻ പറ്റാത്ത പ്രയാസത്തിലായിരുന്നു. നമ്മുടെ വയനാട് ചർച്ചിലെ ലീഡറാണ്. അങ്ങനെ സഭ ചേർന്ന് പ്രാർത്ഥിച്ച ഒരു സാക്ഷിയാണ്. അതിനെ തുടർന്ന് ആ ലോൺ മുഴുവൻ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, അത് സന്തോഷമുള്ള കാര്യമാണ്. ലോൺ മുഴുവൻ ക്ലോസ് ആയി. അതൊരു ഗോൾഡ് എടുത്തു കൊടുക്കണമായിരുന്നു എൻ്റെ അനിയത്തിന്റെ. അപ്പൊ അവരിങ്ങനെ വീട്ടിൽ വന്ന് പ്രശ്നമായി. 1 മാസമായി എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല സാമ്പത്തികമായിട്ട്. ഒരു 3 മാസമായപ്പോഴത്തേനും അവർ ഭയങ്കര പ്രശ്നമാക്കി. എനിക്ക് വീട്ടിൽ വയ്യാത്ത അവസ്ഥയായി. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ ചർച്ചിൽ പ്രാർത്ഥിച്ചു, സനബ്രദറെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പിന്നെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് 40,000 രൂപ എനിക്കൊരു ബ്രദർ സഹായിച്ചു. ഞാൻ ലോൺ എടുത്തു, ഗോൾഡ് എടുത്തു കൊടുത്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷം. ഈ സിസ്റ്ററുടെ പേര് പുണ്യ എന്നാണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്. ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ശമ്പളം കുറവായിരുന്നു. തൃശ്ശൂരിൽ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ വന്ന ശേഷം പ്രാർത്ഥിച്ചു. അപ്പോൾ 3 ഇൻ്റർവ്യൂക്ക് ശേഷം 3 ഇൻ്റർവ്യൂവിനു വിളിച്ചു. അതിൽ നല്ല ശമ്പളം വരുന്ന ജോലി കിട്ടി. പുണ്യ അല്ലേ? പുണ്യ നല്ല ജോലി ഇപ്പോൾ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ടൗൺ ഹാളിൽ തൃശ്ശൂരിൽ വന്ന മീറ്റിങ്ങിൽ അപ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്നത് ജോലി സംബന്ധമായിട്ടാണ്, ഹസ്ബൻഡിന്റെ ജോലിയായിരുന്നു. അപ്പോൾ 3-മത്തേല് നീ തളർന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇനി 3-മത്തെ അറ്റംപ്റ്റ് ചെയ്യ്, നീ റെഡി ആകുമെന്ന് പറഞ്ഞു. 3-മത്തെ നല്ല ജോലി കിട്ടി, നല്ല സാലറി. ഇത് ഞാൻ തൃശ്ശൂരിലെ മീറ്റിങ്ങിന് അയാളോടൊരു ദൂത് പറഞ്ഞതാ.
മൂന്നാമത്തെ ഒരു ജോലിയുടെ കാര്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ജോലി തന്നെ അദ്ദേഹത്തിന് കിട്ടി. നല്ല സാലറി തന്നെ ജോലി ലഭിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേമേ. ശരി പെണ്ണിയ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഈ സിസ്റ്റർ പേര് കമല, അരീക്കോടുന്നാ വരുന്നത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് തലവേദനയും ഛർദിയും മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. ഓക്കെ. അതിനോട് കൂടെ തന്നെ 4 വർഷമായിട്ട് തീരെ സുഖമില്ലായിരുന്നു, പണിക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ജീസസ് ടൈം ലൈവിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അതിനുശേഷം പൂർണ്ണ സൗഖ്യമായി പണിക്ക് പോകാൻ കഴിയുന്നു എന്ന് പറയുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്ത് ഈ തലവേദനയും ഛർദി എന്ന് പറയുന്നത് വലിയ കാര്യമല്ലല്ലോ. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന കാര്യം. എത്ര വയസ്സ് മുതലേ? ഒരു ബുദ്ധി വെക്കുന്നവരെ തലവേദന. ബുദ്ധി വെക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ തലവേദന. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇടയ്ക്കിടയ്ക്ക് തുടങ്ങലുണ്ട് തലവേദന. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സായി. 63 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലമായിട്ട് തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. ഞാൻ ടിവിയിൽ കണ്ടിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിപ്പോയി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ തലവേദനയും ഛർദിലും എന്നാ വലിപ്പമുള്ള കാര്യമാണെന്ന് ചിന്തിച്ചു പോയി. ഇത് ഓർമ്മ വെച്ച കാലം മുതലുള്ള തലവേദനയും ഛർദിലുവോ, എന്നാൽ യേശു അതിനെ സൗഖ്യമാക്കി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതൊരു വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടി നല്ല ആമേൻ പറയാം. അമ്മേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. നമുക്കറിയാം, ദൈവം നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും അവൻ്റെ തക്ക സമയത്താണ്. ആ സമയം മാറിയിട്ടില്ല. അവൻ്റെ ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ സമയമുണ്ട്. ഓരോ വ്യക്തികൾ സൗഖ്യമാകുമ്പോഴും ദൈവത്തെ അനുഭവിക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് അതെല്ലാം നടക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലുണ്ടെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനിടയാകും. ആ വ്യക്തി തൻ്റെ മുൻപിലുള്ള പ്രശ്നത്തെക്കാൾ ഉപരിയായി കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന ഉറപ്പിലേക്ക് വരും. ഇവിടെ ആയിരിക്കുന്ന, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അത് അറിയട്ടെ അപ്പ, അത് അനുഭവിക്കട്ടെ അപ്പ, അവരുടെ ഹൃദയങ്ങളിൽ അത് അനുഭവിക്കട്ടെ അപ്പ. അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്ന യേശുവേ, അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് നന്ദി പറയുന്നപ്പ, അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് നന്ദി പറയുന്നപ്പ. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതമുണ്ടാകട്ടെ അപ്പ. ആലോറു ഷേഖോലോ ധോറു അപ്പാ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അപ്പാ, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ അപ്പാ. എനിക്ക് മുടി പൊക്കി കെട്ടിയിട്ട് കരയുന്നൊരു വ്യക്തിയെ കാണാം. എൻ്റെ ലൈഫിൽ എനിക്ക് ആരുമില്ല സഹായത്തിനെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ അന്വേഷിച്ചിട്ടും എനിക്കൊരു മറുപടിയും ഉണ്ടായില്ല. ഞാൻ ഇപ്പോഴും വേദനയിലായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന നന്മകൾ, പ്രവൃത്തികൾ, അത് കാണാൻ പോകുക. അവൻ നിന്നെ കരുതുന്നവനാ. അവന് നിന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവൻ പരിഹാരവുമായിട്ടാണ് ആയിരിക്കുന്നത്. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. ഹാലോറു ഷേഖോലോധരെ. എനിക്ക് ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കണ്ണിലുണ്ടായ ഒരു മുറിവോ എന്തോ ഒരു പ്രയാസമോ നിമിത്തം ആ കണ്ണിപ്പോൾ കണ്ടാൽ ഒരു കോങ്കണ്ണ് പോലെ ആയിരിക്കുന്നത്. ആ വ്യക്തി അത് വളരെ വിഷമത്തോടെയാണ് ആയിരിക്കുന്നത്. ആ കണ്ണിലോട്ട് കൈവച്ചാട്ടെ. കർത്താവേ, ആ കണ്ണുകൾ സൗഖ്യമാകട്ടെ അപ്പാ. ആ കണ്ണിലുള്ള പ്രയാസങ്ങൾ മാറിപ്പോകണം. ആ കണ്ണ് സൗഖ്യമാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ഭയമുള്ളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആ നിരാശകളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത് അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അവൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.